നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലക 381 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള മീഡിയ അക്കാദമി പഠനയാത്രയുടെ ഭാഗമായി വിവിധ ക്യാമ്പസുകളിലായി നടത്തിയ പ്രചരണ യാത്ര സമാപിച്ചു. വിദ്യാർത്ഥികളുടെ വൻ പങ്കാളിത്തം പരിപാടിക്ക് കൂടുതൽ മിഴിവേകി. കേരള മീഡിയ അക്കാദമി പഠനയാത്രയുമായി ബന്ധപ്പെട്ട് വിവിധ ക്യാമ്പസുകളിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ്, മീഡിയ അക്കാദമി പ്രചാരണവും നടത്തി. കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതി, നവോത്ഥാന ചരിത്രം, വികസന നേട്ടങ്ങൾ വിവിധ ക്യാമ്പസുകളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് കൂടാതെ കേരളത്തിന്റെ പുരോഗമന രീതി ആശയകരമാക്കി മുരുകൻ കാട്ടാക്കടയുടെ കവിതയെ ആസ്പദമാക്കി നൃത്തശില്പവും ഒരുക്കി. അനന്തമാം ദുരന്തമായിരുന്നു ജാതി നീതികൾ. അറിവി ഇന്ദ്രധനുസിനാലരിഞ്ഞു നമ്മളരുതിനെ. പുതിയതായി ഉയർന്നു വന്നത് ഈ പ്രബുദ്ധ കേരളം. തകരുവാൻ വിടില്ല നമ്മൾ ഉജ്വല പ്രതീക്ഷയെ. ശാസ്ത്രചിന്തയാൽ പുലർന്നതാണ് പുതിയ പുലരികൾ. ശാഖയറ്റു വീണതാണ് ശാസ്ത്രമാന്ധ ചിന്തകൾ. പുലർന്നതാണ് പുതിയ പുലരികൾ. ശാഖയറ്റു വീണതാണ് ശാസ്ത്രമാന്ധ ചിന്തകൾ. പേരു തന്നെ അറ്റുപോയി നേടവീരുട്ടുകൾ. വേണമെപ്പോഴും അതിനൊടുങ്ങിടാത്ത ജാഗ്രത. BMC കോളേജ് തൃക്കാക്കര, CMS കോളേജ് കോട്ടയം, ഫാത്തിമ മാതാ കോളേജ്, SN പോളിടെക്നിക് കോളേജ്, പാളയം സർവകലാശാല, മാർ ഇവാനിയസ് കോളേജ്, ശ്രീ കേരളവർമ്മ കോളേജ് തൃശൂർ, ബഥാനിയ കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ് കോഴിക്കോട്, കണ്ണൂർ സർവകലാശാല തുടങ്ങിയ കോളേജുകൾ സാക്ഷ്യം വഹിച്ചു. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പരിപാടിയെ കൂടുതൽ ആവേശത്തിലാഴ്ത്തി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. പ്രധാനമായിട്ട് CMQസിൻ്റെ കാര്യം പറഞ്ഞു. CMQസിൻ്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രം, നവോത്ഥാനം, രാഷ്ട്രീയമൊക്കെയാണ്. അപ്പോൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് ആദ്യം. ഓക്കെ, കേരളം വളരെ 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 കാലം മുന്നേ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു കേരളത്തിന് നോക്കി കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറയും? ഓടി വരും, വലിയ കൈയടി, പെട്ടെന്ന് തന്നെ കൈവൊക്കെ ആൻസർ പറഞ്ഞു, വലിയ കൈയടി കൊടുക്കാം. ഓക്കെ, പേര്? അഞ്ജലി. ഡിപ്പാർട്ട്മെന്റ്? സൈക്കോളജി. സൈക്കോളജിയിലുള്ള അഞ്ജലിയാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. അഞ്ജലിക്കുള്ള സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരുണിമയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരു നല്ല പ്രോത്സാഹനം. ആൻസർ വിവേകാനന്ദൻ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ റെഡിയല്ലേ? ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളോ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? വാ, ഉത്തരം ഓടി വാ. വാ വാ, ഇങ്ങോട്ട് വാ. തെറ്റായാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. മടിച്ചിക്കാണ്ട് കടന്നു പോയോ? വാ വാ വാ. ഉത്തരം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, തെറ്റായാലും കുഴപ്പമില്ല, ഓടിവായോ ഓടിവായോ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1928. അതിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. 35 അല്ല, കുറച്ച് കുറക്കി. 31, 32. ഇപ്പൊ തുടങ്ങും. 31, 32, 33. ഇങ്ങോട്ട് നിൽക്കുക, അതൊന്നും അല്ല. 20. ഉത്തരം അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? വാ വാ വാ, ഓടി വാ, ഇങ്ങോട്ട് ഓടി വാ. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ പിടിക്കണം കേട്ടോ. പേരെന്താ? ദേവിക. ഏതാ ഡിപ്പാർട്ട്മെന്റ്? സൈക്കോളജി.
ദേവിക്ക് പറ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. 1924. 1924 റൈറ്റ് ആൻസർ ദേവിക്ക്. നല്ലൊരു കൈയടി നൽകാം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. മോവാ പ്രോത്സാഹനമുണ്ട്. ഇവിടുന്ന് ഇത്രയും പേരെ നടുക്കുന്ന വന്നല്ലേ. അപ്പൊ ദേവികയ്ക്കുള്ള സമ്മാനം മീഡിയ അക്കാദമിന്ന് വിഘ്നേഷ് നൽകുന്നതായിരിക്കും. നല്ലൊരു കൈയടി നൽകാം. പേരെന്താ? പേര് പറ. ഹഫീസ്. സോറി, ഹഫീസ്. ഹഫീസ് ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഹഫീസിന് നമ്മുടെ വക ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. നല്ല ഗ്രൗണ്ട് സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? ചോദ്യം എന്ന് പറയുന്നത് അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓടിവാ 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 ഓടിവാ. അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പേരെന്താ? അനുരാജിത്ത്. അജിത്ത്, സോറി ഇങ്ങോട്ടേക്ക് നിൽക്ക്. അജിത്ത് ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ഫുഡ് സയൻസ് ടെക്നോളജി. ഓക്കെ മനസ്സിലായി, എല്ലാം മനസ്സിലായി. അപ്പൊ ചോദ്യം എന്താന്ന് വെച്ചാൽ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഏതാ ജില്ല? കോട്ടയം. കോട്ടയം ഈസ് റൈറ്റ് ആൻസർ. അപ്പോ ചെയ്തോട്ടെ, ആ കോട്ടയം എന്തുകൊണ്ട് അക്ഷര നഗരി എന്ന് അല്ലെങ്കിൽ അങ്ങനെ അറിയുന്നതെന്ന് അറിയാവോ? എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ സാക്ഷരത എവിടെയായിരിക്കും? സാക്ഷരത ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളതുകൊണ്ടാണ്. എന്താണ് കോട്ടയം ജില്ലേനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? എന്താ? നല്ല ജില്ലയാണ്. നല്ല ജില്ലയാണ്. അപ്പൊ കണ്ണൂർ ജില്ലേനെ പറ്റിയ അഭിപ്രായം? നല്ല ജില്ലയാണ്. അപ്പൊ കോഴിക്കോട്, നല്ലതാണ്. തൃശ്ശൂർ, എല്ലാം എല്ലാ ജില്ലയും നല്ല ജില്ലയാണ് കേട്ടോ. അജിത്ത് ഏത് ജില്ലയെന്നാണ്? കണ്ണൂർ ജില്ലക്കാരനാണ്. ഓക്കെ, അപ്പൊ അജിത്തിനുള്ള സമ്മാനം നല്ലൊരു കൈ നൽകാം. അജിത്തിനുള്ള സമ്മാനം അബിൻദാസ് നൽകാം. നല്ലൊരു കൈ നൽകുന്നത് നിങ്ങളുടെ കൂടുതലുള്ള ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അഭിമന്യു പോയോ? ഇല്ല, അഭിമന്യുന്റെ ഒരു ഡാൻസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്കിനി അഭിമന്യുന്റെ ഒരു ഡാൻസ് കൂടെ കഴിഞ്ഞാൽ ഇവിടെ അവസാനിപ്പിക്കാൻ വേണം. അഭിമന്യു റെഡി അല്ലേ? അപ്പം വിനയത്തിന്റെ നിറകുടമായ അഭിമന്യുവിനെ ഞങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഡാൻസ് ഗൗതം. ഓക്കെ. അഭിമന്യു ഇങ്ങോട്ട് കളിക്ക്. മതി. ഹലോ. അഭിമന്യുവിന് നല്ലൊരു കൈയ്യടി നൽകിയ കൂടെ ഞങ്ങളുടെ ടീമിനും. അഭിമന്യു വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു. കൂടെ ഞങ്ങളുടെ ടീമും നിങ്ങൾക്കും വലിയൊരു താങ്ക്സ് പറയുന്നു. ജനുവരി 12 സ്കൂൾ തലത്തിൽ ആരംഭിച്ച മത്സരത്തിന് ഫെബ്രുവരി 22 തിരുവനന്തപുരത്ത് ഗ്രാൻഡ് ഫിനാലെ നടത്തും. സ്കൂൾ തല വിജയികൾക്ക് 5 ലക്ഷം രൂപയും കോളേജ് തലത്തിൽ 3 ലക്ഷം രൂപയുമാണ് ഒന്നാം സമ്മാനം.
കേരള മീഡിയ അക്കാദമി ആഭിമുഖ്യത്തിൽ 70ഓളം വിദ്യാർത്ഥികളും പ്രചാരണ യാത്രയിൽ പങ്കെടുത്തു. പത്രമാധ്യമങ്ങളെല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഉടമസ്ഥതാ മാറ്റം പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതെന്ന് പരിശോധിക്കുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഉടമ മാറുമ്പോൾ പത്രത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ സ്വഭാവം മാറും. പത്രാധിപരുടെ സ്വാതന്ത്ര്യം ഉടമയുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ധീരോദാത്തമായ പത്രപ്രവർത്തനം നടത്തി എന്ന് പറയുമ്പോൾ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന് നൽകിയിരുന്നു. രാംനാഥ് ഗോയങ്കയെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാട് ഉള്ള ആളാണ്. പത്രാധിപർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അദ്ദേഹം വകവെച്ച് കൊടുത്തിരുന്നു. പക്ഷേ എപ്പോഴാണ് ആ സ്വാതന്ത്ര്യം അദ്ദേഹം പിൻവലിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പത്രാധിപർക്ക് അദ്ദേഹം എത്ര പ്രശസ്തനാണെങ്കിലും പുറത്തേക്ക് പോകേണ്ടി വരും. ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്ന് പത്രാധിപർ BG വർഗീസ് നിഷ്കാസിതനായത് അതിൻ്റെ ഉടമ KK ബിർളയുമായുള്ള അഭിപ്രായ വ്യത്യാസ നിമിത്തമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പത്രമാണ് ലണ്ടനിലെ ദ ടൈംസ്. ആ പത്രം റൂപ്പർട്ട് മർഡോക്ക് ഏറ്റെടുത്തപ്പോൾ അന്ന് ആ പത്രത്തിൻ്റെ പ്രസിദ്ധനായ പത്രാധിപരായിരുന്ന ഹാരൾഡ് എവൻസ് അദ്ദേഹം മർഡോക്കുമായി ഇടയാൻ കാത്തു നിൽക്കാതെ ജോലി രാജിവെച്ച് പുറത്തേക്ക് പോയി. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ദ വാഷിംഗ്ടൺ പോസ്റ്റ് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസിനൊപ്പം പ്രസിദ്ധിയുള്ള പത്രമാണ്. പ്രസിദ്ധിയും കരുത്തും സ്വാധീനവും ഒക്കെയുള്ള പത്രമാണ് വാഷിംഗ്ടൺ പോസ്റ്റ്. വാഷിംഗ്ടൺ പോസ്റ്റ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. ഭരണഘടനയുടെ സജീവമായ സാക്ഷ്യങ്ങൾ ആ പത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വാഷിംഗ്ടണിലായിരുന്നപ്പോൾ ഒരു രാത്രി ഞാൻ വാഷിംഗ്ടൺ പോസ്റ്റ് ഓഫീസിൽ പോയത് അവിടെ ആ പത്രം അച്ചടിക്കുന്ന കൂറ്റൻ അച്ചടി യന്ത്രങ്ങൾ അലറിത്തുടങ്ങുമ്പോഴുള്ള ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യമുണ്ടല്ലോ, ഗരിമ, അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ വിശ്വോത്തരമായ സിംഫണിയാണത്. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആ സ്വാതന്ത്ര്യം പരിരക്ഷിക്കുന്നതിനുള്ള ഒരു പത്രസ്ഥാപനത്തിൻ്റെ ജാഗ്രതയുടെ ശബ്ദമാണത്. പക്ഷെ അതൊക്കെ പഴയ കഥകളാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് പെൻറ്റഗൺ രേഖകൾ ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടി പരസ്യപ്പെടുത്തുന്നതിന് കാണിച്ച ധീരത, അതിനുശേഷം ഒരു പ്രസിഡന്റിൻ്റെ രാജിയിലേക്ക് നയിച്ച വാട്ടർഗേറ്റ് അപവാദത്തിൻ്റെ കഥകൾ, അത് ചുരുൾ വിളർത്താൻ വാഷിംഗ്ടൺ പോസ്റ്റ് സഹായകമായ നിലപാട് സ്വീകരിച്ചത്, അതൊക്കെ പഴയ കഥകളാണ്. ഇന്നിപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജെഫ് ബെസോസ് എന്ന കുപ്രസിദ്ധിയാർജിച്ച ധനാഢ്യൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിന് നമ്മുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ എപ്പോൾ എന്താണ് തോന്നുക എന്ന് പറയാൻ കഴിയില്ല. വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോൾ വാർത്തകളിൽ വന്നത് അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ടത് വളരെ വലിയ തോതിലുള്ള പിരിച്ചുവിടൽ, പത്രപ്രവർത്തകരെ മുഴുവൻ പിരിച്ചുവിടുകയാണ്. നമുക്കത് കേൾക്കുമ്പോൾ വലിയ വിസ്മയമൊന്നും തോന്നില്ല. കാരണം നമ്മുടെ നാട്ടിലും പല പ്രമുഖ പത്രങ്ങളും പത്രപ്രവർത്തകരെ കാരണം പോലും പറയാതെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തിക തകർച്ചയുടെ ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമായിരിക്കാം. ഏതായാലും വാഷിംഗ്ടൺ പോസ്റ്റിൽ ഈ പിരിച്ചുവിടൽ അറിയപ്പെടുന്ന എഴുത്തുകാരെയും മറ്റ് റിപ്പോർട്ടർമാരെയും എഡിറ്റർമാരെയും ഒക്കെ പിരിച്ചുവിടുന്നത് അത് പത്രം എന്തെങ്കിലും പ്രതിസന്ധിയെ നേരിട്ട് അടച്ചുപൂട്ടുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പത്രം അവിടെ നിലനിൽക്കും. അനഭിമതരെ ഒഴിവാക്കുക, തൻ്റെ അഭീഷ്ടം പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയുന്ന ആളുകളെ പത്രത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുക, അതൊക്കെ ആയിരിക്കാം ഈ ജെഫ് ബെസോസ് എന്ന ഉടമ ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ ചരിത്രത്തിൽ ആരോട് ചോദിച്ചാലും ഏത് ജേർണലിസം വിദ്യാർത്ഥിക്കും പറയാൻ കഴിയുന്ന ഒന്നാണ് വാട്ടർഗേറ്റ്.
വാട്ടർഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ അമേരിക്കൻ എന്നല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്, അധികാര കേന്ദ്രമാണ്. ആ വൈറ്റ് ഹൗസിനോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് ചെറുപ്പക്കാരായ രണ്ടുപേർ, ബോബ് വുഡ്വേർഡ്, കാൾ ബേൺസ്റ്റീൻ, അവർ ആ വാട്ടർഗേറ്റ് അപവാദ കഥ പുറത്തു കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നപ്പോൾ അവർക്കൊരു രഹസ്യ സോഴ്സ് ഉണ്ടായിരുന്നു. ആ പേരൊക്കെ ഇപ്പോൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ആ സോഴ്സിന്റെ പേര് ഡീപ് ത്രോട്ട് എന്നാണ് അവർ നൽകിയ പേര്. ആരാണ് ഈ ഡീപ് സോഴ്സ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അറിയാവുന്ന 3 പേർ. ഒന്ന് ഈ 2 റിപ്പോർട്ടർമാർ, മറ്റൊന്ന് ആ പത്രത്തിന്റെ അന്നത്തെ എഡിറ്റർ ബെൻ ബ്രാഡ്ലി. ഒരുപക്ഷെ ഉടമയ്ക്കും അറിയാമായിരുന്നിരിക്കാം. അതിനപ്പുറത്തേക്ക് ആർക്കും അതറിയില്ല. 33 വർഷം എല്ലാ ഊഹാപോഹങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവർ ആ രഹസ്യം സൂക്ഷിച്ചു. ഒടുവിലാണ് രഹസ്യം മറ്റ് ഒരു പ്രസിദ്ധീകരണത്തിന് ആ പേര് ചോർന്നു കിട്ടി, അവരത് പ്രസിദ്ധപ്പെടുത്താൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി മാത്രം വാഷിംഗ്ടൺ പോസ്റ്റ് ആ പേര് സമ്മതിച്ച് പരസ്യപ്പെടുത്തിയത്. അതൊക്കെ ഒരു ധീരതയുടെ, പത്രപ്രവർത്തനത്തിലെ ധീരതയുടെ പുളകമണിയിക്കുന്ന ഗാഥകളാണ് നമുക്കെന്നും ഓർമ്മിക്കാൻ കഴിയുന്നത്. അതിനേക്കാൾ മുമ്പ് വാഷിംഗ്ടൺ പോസ്റ്റ് വലിയ ഒരു നിയമപ്രശ്നത്തിൽ അകപ്പെട്ടത് പെന്റഗൺ രേഖകൾ, പെന്റഗൺ പേപ്പേഴ്സ് എന്നറിയപ്പെടുന്ന കേസുമായി ബന്ധപ്പെട്ടാണ്. പെന്റഗൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ യുദ്ധകാര്യ ആസ്ഥാനമാണ്. പെന്റഗൺ അന്ന് വിയറ്റ്നാം യുദ്ധം നടക്കുകയാണ്. ആ വിയറ്റ്നാം യുദ്ധവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ജനങ്ങളോട് പറഞ്ഞിരുന്നതെല്ലാം കളവായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന നിരവധിയായ രേഖകൾ അത് പുറത്തു കൊണ്ടുവന്ന് ചോർത്താനെന്നൊന്ന് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറൊന്നും ആയിട്ടില്ല, ഫോട്ടോസ്റ്റാറ്റിനെ തന്നെ ആശ്രയിക്കണം. അങ്ങനെ രേഖകൾ രഹസ്യമായി പുറത്ത് കടത്തി അത് ന്യൂയോർക്ക് ടൈംസിനും വാഷിംഗ്ടൺ പോസ്റ്റിനും നൽകി. അത് ആ പ്രസിദ്ധീകരണം തടയുന്നതിന് ഗവൺമെന്റ്, വൈറ്റ് ഹൗസ് സുപ്രീം കോടതിയെ സമീപിച്ചു. പെന്റഗൺ പേപ്പേഴ്സ് എന്നറിയപ്പെടുന്ന ആ കേസിൽ അമേരിക്കൻ സുപ്രീം കോടതി നൽകിയ വിധി അത് പത്രപ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യം, പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം, അതിനെ സംബന്ധിക്കുന്ന ഏറ്റവും ഉദാത്തമായ, ഉത്തുംഗമായ വിധിന്യായമായി അത് മാറി. ജേർണലിസം പഠിക്കുന്നവർ എന്താണ് ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, അതിന്റെ പരിമിതി ഒക്കെ അറിയുന്നതിന് ആ കേസിലെ വിധി നിർബന്ധമായും വായിച്ചിരിക്കേണ്ടതാണ്. ആ പെന്റഗൺ പേപ്പേഴ്സിന്റെ പേരിൽ, വാട്ടർഗേറ്റിന്റെ പേരിൽ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രം, അതിന്റെ പ്രസിദ്ധീകരണം ഇനി അഥവാ ആരെങ്കിലും നിർത്തിവെച്ചാലും അതൊരു ശാശ്വതമായ യശസ് ചരിത്രത്തിൽ നേടിക്കഴിഞ്ഞ 2 സംഭവങ്ങളായിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റിനെ കുറിച്ച് ഈ പെന്റഗൺ പേപ്പേഴ്സിനെ അടിസ്ഥാനമാക്കി ഒരു സിനിമ വന്നിട്ടുണ്ട്. നമുക്കെല്ലാം പരിചയമുള്ള സുപ്രസിദ്ധനായ സ്റ്റീവൻ സ്പിൽബർഗ് അദ്ദേഹം നിർമ്മിച്ച സിനിമയുടെ പേര് ദ പോസ്റ്റ് എന്നാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് ആണ്, ദ പോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. അവിടെ കാതറിൻ ഗ്രഹാം എന്ന ഒരു സ്ത്രീ ആയിരുന്നു അക്കാലത്ത് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഉടമ. കാതറിൻ ഗ്രഹാമിന്റെ ആ റോൾ അവതരിപ്പിച്ചത് മെറിൽ സ്ട്രീപ്പാണ്, പ്രസിദ്ധയായ ഹോളിവുഡ് നടി മെറിൽ സ്ട്രീപ്പ്. അന്നത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇതെല്ലാം ധീരമായി ഈ വിവരങ്ങൾക്ക് രേഖകൾ സമ്പാദിച്ച് എഡിറ്റ് ചെയ്ത് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലും ഭാഗത്തിലും പ്രസിദ്ധപ്പെടുത്തിയ അന്നത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ബെൻ ബ്രാഡ്ലിയുടെ റോളിൽ അഭിനയിച്ചത് ടോം ഹാങ്ക്സ് ആണ്. ഇത് ഒരു പത്രത്തിന്റെ ചരിത്രം, അല്ലെങ്കിൽ ഒരു പത്രത്തിന്റെ പ്രവർത്തനത്തിലെ ഒരു അധ്യായം, അത് ഈ രീതിയിൽ സിനിമയായി വന്നപ്പോൾ അതിന് വലിയ സ്വീകാര്യതയുണ്ടായി, നല്ല രീതിയിൽ ജനപ്രീതി ആർജിച്ച സിനിമയായി അത് മാറുകയും ചെയ്തു. ആ സിനിമയുടെ പേരാണ്, ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നാണ് അതിനെ അന്ന് വിശേഷിപ്പിച്ചത്. അത് ആ സിനിമയുടെ പേരാണ് ദ പോസ്റ്റ്. അങ്ങനെ സിനിമയിലും കഥകളിലും ചരിത്രത്തിലും പത്രപ്രവർത്തനത്തെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളിലും ലെക്ചർ ഹാളുകളിലും ഇതിഹാസതുല്യമായ പല
കഥകളും രചിച്ചിട്ടുള്ള വാഷിങ്ടൺ പോസ്റ്റ് എന്ന പത്രം. ആ പത്രം ഈ ജെഫ് ബെസോസ് എന്ന വിചിത്ര സ്വഭാവമുള്ള ഉടമയുടെ അധീനതയിൽ അത് എത്ര കാലം മുന്നോട്ട് പോകും, എങ്ങനെ മുന്നോട്ട് പോകും, ഏത് രൂപത്തിൽ മുന്നോട്ട് പോകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും പഴയ കാലത്തെ സംഭവങ്ങളുടെ പേരിൽ പെൻറ്റഗൺ പേപ്പേഴ്സ്, വാട്ടർഗേറ്റ് തുടങ്ങിയ പേരുകൾ ഉള്ള കാലത്തോളം ദ വാഷിങ്ടൺ പോസ്റ്റ് എന്ന പേരും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഉണ്ടാകും. നെറ്റ്വർക്ക് ഓഫ് വുമൺ ഇൻ മീഡിയ ഇന്ത്യയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി തുറന്ന പറച്ചിലുകൾക്കപ്പുറം സിനിമാ രംഗത്തെ സ്ത്രീകൾക്ക് നീതി എങ്ങനെ ലഭ്യമാകും എന്ന വിഷയത്തിൽ സംവാദം നടത്തി. എഴുത്തുകാരി KR മീര മുഖ്യപ്രഭാഷകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നീതിക്കായുള്ള പോരാട്ടത്തിൽ തങ്ങളെ ചേർത്ത് പിടിച്ചത് വനിതാ മാധ്യമ പ്രവർത്തകരാണെന്ന് റീമ കല്ലിങ്കൽ പറഞ്ഞു. നെറ്റ്വർക്ക് ഓഫ് വുമൺ ഇൻ മീഡിയ ഇന്ത്യയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി തുറന്നു പറച്ചിലുകൾക്കപ്പുറം സിനിമാ രംഗത്തെ സ്ത്രീകൾക്ക് നീതി എങ്ങനെ ലഭ്യമാകും എന്ന വിഷയത്തിൽ സംവാദം നടത്തി. എഴുത്തുകാരി KR മീര മുഖ്യപ്രഭാഷകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നീതിക്കായുള്ള പോരാട്ടത്തിൽ തങ്ങളെ ചേർത്ത് പിടിച്ചത് വനിതാ മാധ്യമ പ്രവർത്തകരാണെന്ന് നടി റീമ കല്ലിങ്കൽ പറഞ്ഞു. സിനിമയിലെ അധികാര ഘടനയെക്കുറിച്ച് എഡിറ്റർ ബീന പോൾ ചർച്ചയിൽ സംസാരിച്ചു. NWMI സ്ഥാപകാംഗം അമ്മു ജോസഫിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി മീഡിയ വുമൺ അമ്മു ജോസഫ് പാഷനേറ്റ് ജേർണി ബീന പോൾ, റീമ കല്ലിങ്കൽ, മിറിയം എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. കേരള മീഡിയ അക്കാദമി നിർവഹിച്ച ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് ഷൈനി ജേക്കബ് ബെഞ്ചമിനാണ്. KR മീര സുവനീറിന്റെ പ്രകാശനം നിർവഹിച്ചു. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷത വഹിച്ചു. ഇതോടുകൂടി ഈ ലക്കം മാധ്യമജാലകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.